എന്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു, അവർ എന്റെ കയ്യിൽ പൂട്ടുവാനൊരു വിലങ്ങു തീർത്തു. നമസ്കാരം. ഈ പാട്ട് കേട്ടല്ലോ, അതിമനോഹരമായ ഒരു ഗാനം. യേശുദാസ് വളരെ മനോഹരമായി ആലപിച്ച ഒരു ഗാനം. എന്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു, നിങ്ങൾ എന്റെ കയ്യിൽ പൂട്ടുവാനൊരു വിലങ്ങ് തീർത്തു. ഏതാണ്ട് ഈ ഒരു അവസ്ഥയിലായിരിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ തൊട്ടതെല്ലാം ഇപ്പോൾ വിജയനെ സംബന്ധിച്ചിടത്തോളം ഊരാക്കുടുക്കായി മാറുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട അവസ്ഥ. എക്സാലോജിക് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് CMRൽ നിന്ന് 1,72,00,000 രൂപ വീണ വിജയൻ മാസപ്പടിയായി കൈപ്പറ്റി എന്നുള്ള വിവാദത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വന്നു കഴിഞ്ഞപ്പോൾ ഈ അന്വേഷണം വീണ വിജയനിലേക്ക് എത്തും, വീണ വിജയനെ അറസ്റ്റ് ചെയ്യും എന്ന് കണ്ടപ്പോൾ എക്സാലോജിക് എന്ന കമ്പനി, അതായത് വീണ വിജയൻ, കർണാടക ഹൈക്കോടതിയിൽ ഒരു സ്റ്റേ ഹർജിയുമായി പോകുന്നു. ഏതു വിധേനയും ഈ അന്വേഷണം സ്റ്റേ ചെയ്യണം, നിർത്തലാക്കണം, ഒഴിവാക്കണം എന്നുള്ള ആവശ്യമായിരുന്നു വീണ വിജയന്റേത്. എന്നാൽ കഴിഞ്ഞയാഴ്ച സമ്പൂർണ്ണ വാദം കേട്ട ഹൈക്കോടതി വിധി പ്രസ്താവിക്കുകയുണ്ടായി. ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ചാണ് വീണ വിജയന്റെ വാദം കേട്ടത്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ വാദം കേട്ടത്. ജസ്റ്റിസ് നാഗപ്രസന്ന വീണ വിജയനെ ചുരുട്ടിക്കൂട്ടി എറിയുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. കർണാടക ഹൈക്കോടതിയിൽ വീണ വിജയന്റെ കേസിന്റെ വിധി പ്രഖ്യാപിച്ചപ്പോൾ വീണ വിജയന്റെ സ്റ്റേ ഹർജി തള്ളിക്കൊണ്ട് തന്നെയായിരുന്നു നാഗപ്രസന്ന ഉത്തരവ് ഇറക്കിയത്, വിധി പ്രസ്താവിച്ചത്. എന്തായാലും വീണ വിജയന്റെ സ്റ്റേ ഹർജി തള്ളിയിരിക്കുന്നു. ഇനി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് വീണ വിജയന്റെ മാസപ്പടി വിവാദവുമായി എക്സാലോജിക്കിലേക്ക് കടന്നു ചെല്ലാം. അന്വേഷണത്തിന് ഒടുവിൽ, അല്ലെങ്കിൽ അന്വേഷണം നടക്കുന്നതിനിടയിൽ തന്നെ വീണ വിജയന്റെ വാദമുഖങ്ങൾ തൃപ്തികരമല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വീണ വിജയനെ അറസ്റ്റ് ചെയ്യുവാനുള്ള അധികാരം കൂടിയുണ്ട്. അതിനുള്ള നടപടികളുമായി അവർക്ക് മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് ഈ സ്റ്റേ ഹർജി തള്ളിയതിലൂടെ ജസ്റ്റിസ് നാഗപ്രസന്ന നൽകുന്ന സന്ദേശം. കർണാടക വിധി ഇത്തരത്തിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള കണക്കുകൂട്ടലോട് കൂടി തന്നെയാണ് പിണറായി വിജയനും വീണ വിജയനും മുന്നിട്ടിറങ്ങിയത്. അധികം താമസിയാതെ സുപ്രീം കോടതിയിൽ അവർ ഹർജി നൽകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഏത് പരമോന്നത കോടതിയിൽ പോയാലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് വീണ വിജയന് നേർക്കുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനിടയിൽ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ തന്നെ വീണ വിജയൻ SNC ലാവലിൻ കമ്പനിയായ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കാനഡയിൽ വീണ വിജയൻ ഇപ്പോൾ പുതിയൊരു കമ്പനി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് കനേഡിയൻ വെബ്സൈറ്റിൽ നിന്നും മനസ്സിലാക്കുന്നത്. അതായത് കനേഡിയൻ കമ്പനികളുടെ വിശദാംശങ്ങൾ ലഭ്യമാകുന്ന കനേഡിയൻ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് വീണ വിജയൻ കാനഡയിൽ കമ്പനി തുടങ്ങിയ വിവരം പുറത്തു വരുന്നത്. എന്നാൽ ഈ വിവരം പുറം ലോകം അറിഞ്ഞു തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ പുറം ലോകം ഇക്കാര്യം അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ വീണ വിജയൻ കനേഡിയൻ വെബ്സൈറ്റിൽ നിന്നും തൻ്റെ കമ്പനിയുടെ വിശദാംശങ്ങൾ മുക്കുകയായിരുന്നു. ആ വെബ്സൈറ്റ് തന്നെ, വീണ വിജയന്റെ വെബ്സൈറ്റ് തന്നെ അപ്രത്യക്ഷമാകുകയായിരുന്നു. Sky 11 ഇൻകോർപ്പറേറ്റ്സ് എന്നാണ് വീണ വിജയന്റെ കനേഡിയൻ കമ്പനിയുടെ പേര്. എന്നാൽ ഈ കമ്പനിയുടെ പേരിലുള്ള വെബ്സൈറ്റ് പുറം ലോകം ഈ വിവരം അറിഞ്ഞു എന്നറിഞ്ഞ നിമിഷം മുതൽ അപ്രത്യക്ഷമായി. വീണ്ടും അത് പ്രത്യക്ഷമായപ്പോൾ കമ്പനിയുടെ ഏക ഡയറക്ടറായിരുന്ന വീണ വിജയന്റെ പേര് അവിടെ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു. കാനഡയിലെ ടൊറന്റോയിൽ ഉള്ള കമ്പനിയുടെ മേൽവിലാസത്തിൽ മാറ്റം വന്നിരിക്കുന്നു. ദീപക് സായിബാബ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു വീണ വിജയന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ വീണ വിജയന്റെ ഡയറക്ടർഷിപ്പ് മാറി ആ പേരുകാരനിലേക്ക് കമ്പനി ചെന്ന് ചേർന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് അറിയുന്നത്. ഈ ദീപക് സായിബാബ എന്ന് പറയുന്ന ആൾ എക്സാലോജിക്കിന്റെ ആദ്യകാല പ്രവർത്തകനായിരുന്നു, അല്ലെങ്കിൽ എക്സാലോജിക്കിൽ ആദ്യം ഇയാളും ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ നേരത്തെ ലഭ്യമായിരുന്നതാണ്. വീണ വിജയൻ ചെന്ന് തൊടുന്ന എല്ലാ സ്ഥലങ്ങളും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിലങ്ങായി മാറുന്നു. ഇത് തന്നെയാണ് ആദ്യമേ നമ്മൾ സൂചിപ്പിച്ചത്. എന്റെ വീണക്കമ്പിയെല്ലാം വിലക്കെടുത്തു, അവർ എന്റെ കയ്യിൽ പൂട്ടുവാനൊരു വിലങ്ങ് തീർത്തു. നാദം ഇമ്പമുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആസ്വാദകർക്ക് ഏവർക്കും വീണയുടെ നാദവും വീണാവാദനവും ഇഷ്ടമുള്ളത് തന്നെയാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വീണ എന്ന് പറഞ്ഞ മകൾ അദ്ദേഹത്തിന്റെ ദൗർബല്യം തന്നെയാണ്. എന്നാൽ ഈ വീണ ചെന്ന് പെടുന്ന എല്ലാ ഇടപാടുകളും ഇപ്പോൾ പിണറായി വിജയന്റെ കയ്യിൽ പൂട്ടുവാനുള്ള വിലങ്ങായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട അവസ്ഥ. എന്തായാലും കർണാടക ഹൈക്കോടതിയിൽ നിന്നും വീണ വിജയൻ നേരെ ഉണ്ടായ ഈ വിധി പ്രസ്താവ്യവും ഇപ്പോൾ
കാനഡയിൽ വീണ വിജയൻ തുടങ്ങിയിരിക്കുന്ന കമ്പനിയുടെ വെബ്സൈറ്റ് മുക്കിയതും പിന്നീട് വെബ്സൈറ്റ് പൊങ്ങിയപ്പോൾ അതിൽ നിന്നും വീണ വിജയന്റെ പേര് മാറിയതും ടൊറന്റോയിലെ മേൽവിലാസത്തിൽ വ്യത്യാസം വന്നതും ദീപക് സായിബാബ എന്ന് പറഞ്ഞയാൾ വീണ്ടും കമ്പനിയുടെ ഡയറക്ടറായി മാറിയതുമെല്ലാം വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ സങ്കീർണതകൾ സൃഷ്ടിക്കുന്നതാണ്. ഇതും എക്സാലോജിക്ക് പോലെ തന്നെ ഒരു കടലാസ് കമ്പനി തന്നെയാണ്. തട്ടിപ്പുകൾ നടത്തുവാൻ വേണ്ടി മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് രൂപകൽപ്പന ചെയ്ത കമ്പനി തന്നെയാണ് ഇപ്പോൾ Sky 11 ഇൻകോർപ്പറേറ്റ്സ് എന്ന കമ്പനി എന്ന് തന്നെയാണ് ഉയരുന്ന പരാമർശങ്ങൾ. അതെന്ത് തന്നെയായാലും കർണാടക ഹൈക്കോടതിയിൽ നിന്നും ഇത്തരത്തിലൊരു വിധി ഉണ്ടായതിനു ശേഷം വീണ വിജയൻ എവിടെയാണ് എന്നുള്ളതിന് ആർക്കും യാതൊരു രൂപവുമില്ല, ഒരു നിശ്ചയവുമില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വീണ വിജയൻ മുങ്ങിയിരിക്കുന്നു, ഒളിവിൽ പോയിരിക്കുന്നു, അതോ അവർ വിദേശ രാജ്യത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ളതെല്ലാം ഇപ്പോൾ സംശയകരമായി തന്നെയാണ് പറയപ്പെടുന്നത്. വീണ വിജയൻ രാജ്യം വിട്ടുപോകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പറയുന്നതെങ്കിലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിലും തിരുവനന്തപുരത്തും നിരവധി പാർപ്പിടങ്ങളുണ്ട്, ഫ്ളാറ്റ് സമുച്ചയങ്ങളുണ്ട്. ഇതിലെവിടെയെങ്കിലും ആയിരിക്കും വീണ വിജയൻ എന്നുള്ള കണക്ക് കൂട്ടലിലാണ് ഇപ്പോൾ പലരും ഇരിക്കുന്നത്. മുഹമ്മദ് റിയാസിന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ തന്നെയുള്ള പമ്പയിൽ തന്നെയാണോ എന്നുള്ളത് മറ്റൊരു അന്വേഷണം നടക്കുന്നു. പക്ഷേ ഈ ഇടങ്ങളിലെല്ലാം തന്നെ, അതായത് ക്ലിഫ് ഹൗസിലും പമ്പയിലും പിണറായി വിജയന്റെ തിരുവനന്തപുരത്തുള്ള ഫ്ളാറ്റിലും കണ്ണൂരിലുള്ള വീട്ടിലുമൊന്നും വീണ വിജയൻ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് അവരുടെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് പച്ചയ്ക്ക് പറഞ്ഞാൽ അവർ ഒളിവിൽ പോയിരിക്കുന്നു. കർണാടക ഹൈക്കോടതിയിലെ വിധി വീണയ്ക്ക് എതിരാവുകയാണെങ്കിൽ തീർച്ചയായും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം വരും. അവർ വീണയെ അറസ്റ്റ് ചെയ്യും എന്നുള്ള കണക്ക് കൂട്ടലിൽ വീണയെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്, രാഷ്ട്രീയ പ്രതിയോഗികൾ ഉയർത്തിക്കാണിക്കുന്നത്. വീണ വിജയൻ എവിടെയുണ്ട് എന്നറിയുവാൻ വേണ്ടി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ താല്പര്യപ്രകാരം കേന്ദ്ര ഇന്റലിജൻസ് സേന അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്ന് സ്ഥിരീകരിക്കാത്ത വാർത്തകളും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. വീണ വിജയനെ കണ്ടെത്തേണ്ടതുണ്ട്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം പൂർത്തിയാവണമെങ്കിൽ ഇവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാകേണ്ടതുണ്ട്. വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിരിക്കുന്നു എന്നുള്ളത് കണ്ടെത്തിയതാണ്. CMRൽ നിന്നും 1,72,00,000 രൂപ അവർ കൈപ്പറ്റിയത് അനധികൃതമായ ഇടപാട് തന്നെയാണ്. യാതൊരുവിധ സേവനവും CMRൽ നൽകാതെ അവർ വേതനം കൈപ്പറ്റുകയായിരുന്നു എന്ന് തന്നെയാണ് ആ കേസിനാസ്പദമായ അടിസ്ഥാനപരമായ സംഭവം. എന്നാൽ വീണ വിജയനെ കണ്ടെത്തി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ ഈ കേസിൽ കൂടുതൽ പുരോഗതി ഉണ്ടാകൂ. സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള KSIDCക്ക് CMRൽ 13% ഓഹരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള 4 പ്രതിനിധികളാണ് CMRലിന്റെ എക്സിക്യൂട്ടീവ് ബോർഡിൽ ഉണ്ടായിരുന്നത്. ഈ എക്സിക്യൂട്ടീവിന്റെ തീരുമാനപ്രകാരമാണ് CMRൽ സാമ്പത്തിക ഇടപാടുകൾ നടത്താറുള്ളത്. അതായത് വീണ വിജയൻ ഉൾപ്പെടെ, പിണറായി വിജയൻ ഉൾപ്പെടെ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മാധ്യമ രംഗത്തുള്ള ആളുകൾക്കെല്ലാവർക്കും CMRലിന്റെ ഉടമയായ ശശിധരൻ കർത്ത കോഴപ്പണം നൽകിയിട്ടുണ്ട്. ഈ കോഴപ്പണത്തിന്റെ വിശദമായ വിവരങ്ങളെല്ലാം CMRലിന്റെ അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിവരങ്ങളെല്ലാം തന്നെ CMRലിന്റെ കോർപ്പറേറ്റ് ഓഫീസ് റെയ്ഡ് ചെയ്യുന്ന അവസരത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിന് കണ്ടുകിട്ടുകയുണ്ടായി. ഈ വിവരങ്ങളെല്ലാം അവർ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോവുകയുണ്ടായി. അതായത് കേവലം 1,72,00,000 രൂപയുടെ ഒരു ഇടപാട് മാത്രമല്ല CMRലും എക്സാലോജിക്കും കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്നത്. കോടാനുകോടികളുടെ ഇടപാടുകളാണ് ഇവർ തമ്മിൽ നടന്നിരിക്കുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന രേഖകൾ തന്നെയാണ് CMRൽ നിന്നും കടത്തിക്കൊണ്ടുപോയ രേഖകളിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇത്തരം വിവരങ്ങളെല്ലാം ചുരുളഴിഞ്ഞ് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ വീണ വിജയനെ ചോദ്യം ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ് എന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിനുവേണ്ടി അന്വേഷണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇവർ, അതായത് വീണ വിജയൻ എവിടെയുണ്ട് എന്ന് കണ്ടെത്തേണ്ടത് ആവശ്യം തന്നെയാണ്. അതിനുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരം. എന്തായാലും കർണാടക ഹൈക്കോടതിയിൽ നിന്ന് വിധി എതിരായി കഴിഞ്ഞാൽ വീണ വിജയനെ പിന്നീട് സുപ്രീം കോടതിയിൽ അപ്പീലിന് പോകും. അവിടെ നിന്ന്, അതായത് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുന്നതുവരെ വീണ വിജയനെ മാറ്റി നിർത്തണം, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കണ്ണിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ള അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ അവരെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ. അതെന്ത് തന്നെയായാലും കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസി വീണ വിജയനെ കണ്ടെത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇവർ രാജ്യം വിട്ട് പുറത്തു പോയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്റെ കൈകൾ ശുദ്ധമാണ്, എന്റെ മടിയിൽ കനമില്ല, അതുകൊണ്ട് എനിക്ക് വഴിയിൽ ഭയമില്ല എന്ന് നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു കൂവിയിരുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ എവിടെ പോയി എന്നുള്ളതാണ് ജനം ചോദിക്കുന്നത്. മടിയിൽ കനമുള്ളത് കൊണ്ട് തന്നെയാണല്ലോ മുഖ്യമന്ത്രി KSIDCയെ കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സ്റ്റേ ഹർജി കൊടുപ്പിച്ചത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് KSIDCയിൽ റെയ്ഡ് ചെയ്യുന്നത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി KSIDC കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി കൊടുപ്പിച്ചത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും നിയമവൃത്തങ്ങളും ചോദിക്കുന്നത്. വീണ വിജയന്റെ കൈകൾ ശുദ്ധമാണ്, എക്സാലോജിക്കിന്റെ നടപടിക്രമങ്ങൾ സേവന വേതന വ്യവസ്ഥ പ്രകാരമാണെങ്കിൽ പിന്നെ എന്തിനാണ് കർണാടക ഹൈക്കോടതിയിൽ ഒരു സ്റ്റേ ഹർജിയുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ
അന്വേഷണം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരു കർണാടക ഹൈക്കോടതിയിൽ വീണ വിജയൻ ഹർജിയുമായി പോയത് എന്തിനാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ചോദ്യം. അതായത് മുഖ്യമന്ത്രിയുടെ മടിയിൽ കനമുണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ വീണ വിജയന്റെ മടിയിൽ കനമുണ്ട്, ഇവരുടെ ഇടപാടുകൾ ഒന്നും സുതാര്യമല്ല, സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിരിക്കുന്നു, മാസപ്പടി എന്ന് പറയുന്ന അഴിമതി ഇവർ നടത്തിയിരിക്കുന്നു, അതുകൊണ്ട് തന്നെയാണ് ഇവർ അന്വേഷണ ഏജൻസികളെ ഭയപ്പെടുന്നതെന്നും ഈ അന്വേഷണ ഏജൻസികൾ വീണ വിജയനിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായും അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നും വീണ വിജയന്റെ അറസ്റ്റിനെ തുടർന്ന് KSIDCക്കും CMRLന്റെ അഴിമതിയിൽ പങ്കുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ അത് സർക്കാർ മേധാവിയായ അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയനും അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് പിണറായി വിജയനും രാജിവെച്ച് മാറി നിൽക്കേണ്ടതായി വരും. KSIDCക്കും ഈ വിഷയത്തിൽ പങ്കുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും അറസ്റ്റിലാകും എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വീണ വിജയനെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അതെന്ത് തന്നെയായാലും കർണാടക ഹൈക്കോടതിയുടെ വിധി വന്നതിന് ശേഷം വീണ വിജയനെ കണ്ടെത്താനുള്ള പരക്കം പാച്ചിലാണ് കേന്ദ്ര ഇന്റലിജൻസ് സേന എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയുടെ വസതിയായ ക്ലിഫ് ഹൗസിന്റെ കോമ്പൗണ്ടിലുള്ള പമ്പ ഹൗസിലും ഒന്നും വീണ വിജയൻ ഇല്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. തിരുവനന്തപുരത്തുള്ള പിണറായി വിജയന്റെ ഫ്ളാറ്റിലും പിണറായി വിജയന്റെ കണ്ണൂരിലുള്ള വീട്ടിലൊന്നും വീണ വിജയൻ ഇപ്പോഴില്ല എന്നുള്ള വിവരങ്ങൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും വീണ വിജയനെ കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് അടക്കമുള്ള ഏജൻസികൾ. എന്നാൽ വീണ വിജയന്റെ കനേഡിയൻ കമ്പനി ഉൾപ്പെടെ എക്സാലോജിക് ഉൾപ്പെടെ എല്ലാം പിണറായി വിജയന്റെ കയ്യിൽ പൂട്ടുവാനുള്ള വിലങ്ങുകളായി മാറിയിരിക്കുന്നു വീണയുടെ പ്രവൃത്തികൾ എന്നുള്ളതാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും എന്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു, അവർ എന്റെ കയ്യിൽ പൂട്ടുവാൻ ഒരു വിലങ്ങ് തീർത്തു എന്നുള്ള പാട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അന്വർത്ഥമായിരിക്കുന്നു, അച്ചട്ടായി മാറിയിരിക്കുന്നു. വീണ വിജയൻ മുഖ്യമന്ത്രിയുടെ കയ്യിൽ വിലങ്ങ് വീഴിപ്പിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം.